ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ മഹായോഗത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയ ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിൽ ആയിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കുന്ന കർത്താവിൻ്റെ അവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പാസ്റ്റർ ജേക്കബ് ജോൺ, പാസ്റ്റർ കെ സി ജോൺ, അതുപോലെ പാസ്റ്റർ വിൽസൺ ജോസഫ്, തോമസ് ഫിലിപ്പ്, സജി പോൾ, കേരള സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വേദിയിൽ ഒപ്പുവരിക്കുന്ന മറ്റനേക ദൈവത്തിൻ്റെ ദാസന്മാർ, അവരെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ആൻ്റണിയെയും കാണുവാനിടയായതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ലൈവായിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒർലാൻഡോയിലുള്ള എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയും ഇത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം ദൈവസഭയുടെ വന്ദനം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്ന് രാത്രി അറിയിക്കുകയാണ്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന തീം കഴിഞ്ഞ അനേക ദിവസങ്ങളായിട്ട് ദൈവദാസന്മാർ വിശകലനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഒക്കെ വീട്ടിൽ പല പ്രാവശ്യം ഈ ആഴ്ച നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല. ആ ദൂത് ഇന്ന് രാത്രി ആ തീമിൽ പറഞ്ഞിരിക്കുന്ന മഹത്വം എന്ന ചിന്ത ചില നിമിഷങ്ങൾ നിങ്ങളെ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ കൺവെൻഷൻ സംബന്ധിച്ച് എന്നെ ക്ഷണിച്ച സമയത്ത് അതിൻ്റെ തീം അറിഞ്ഞു കഴിഞ്ഞ ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കർത്താവ്, ഞാൻ എന്താണ് അവിടെ സംസാരിക്കേണ്ടത്? പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചില ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് കൈമാറുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ദൈവമഹത്വത്തിൻ്റെ ഒരു ഡിസ്പ്ലേ ആയി മാറണം. പ്രൈസ് ഗോഡ്. ദൈവസഭയെ കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ജനം കാണണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെയാകും. ശേഷം മനുഷ്യർ സംസാരിക്കുന്ന പോലെ, ബിസിനസ് നടത്തുന്ന പോലെ, ഇടപെടുന്ന പോലെ നമ്മൾ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവമഹത്വം, ദൈവ സാന്നിധ്യം മടങ്ങി വരേണ്ട വിഷയത്തെപ്പറ്റി ദൈവാത്മാവിനോട് സംസാരിച്ചു. യഹൂദന്മാര് ദൈവത്തെ വിട്ടുപോയി. ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ നിന്ന് പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടും മനോഹരമായ കർട്ടനൊക്കെ ഇട്ട് അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും ഒക്കെ മാറ്റിവെച്ചിട്ട് അതിന് മുൻപിൽ നിന്നുകൊണ്ട് പുരോഹിതന്മാർ യാഗമർപ്പിക്കുകയും പരിപാടികളെല്ലാം ഇഷ്ടം പോലെ നടക്കുകയും ചെയ്യുക. യേശു കർത്താവ് ആലയത്തിൽ വണ്ടേച്ചു പറഞ്ഞ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാ. യേശു കാൽവറിയിൽ മരിച്ച ദിവസം, ഭൂമി ഇരുണ്ടായിപ്പോയി, ഇരുണ്ട ദിവസം, ഭൂമി ഉലുക്കം സംഭവിച്ച ദിവസം, സ്വർഗത്തെ തമ്പുരാൻ മേളിൽ നിന്ന് കർട്ടൻ വലിച്ചു കീറിയച്ച് ലോകത്തോട് കാണിച്ചു, ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ല, ദൈവ സാന്നിധ്യം പോയി കഴിഞ്ഞിരിക്കുകയാ. പ്രൈസ് ഗോഡ്. എനിക്ക് ദൈവമക്കളോടും ദൈവസഭയോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, ദൈവസഭയിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം യാത്രയായി കഴിഞ്ഞാൽ നമ്മൾ കേവലം മനുഷ്യരെ പോലെയായി മാറിക്കഴിയും. ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, മഹത്വം തൻ്റെ സഭയിലേക്ക് മടങ്ങി വരുവാൻ കാലമായിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. You know, there is in a science, there is something called electromagnetic radiation, EMR. നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോണുകൾ
microwave ovens, there are so many things. നമുക്കറിയത്തില്ല, അദൃശ്യമായ മണ്ഡലത്തിൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളുണ്ട്. പക്ഷെ നമ്മളാരും കണ്ണുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടിട്ടില്ല. എന്നാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊണ്ട് സംഭവിക്കുന്നതെല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ, അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാ. ദൈവത്തെ കാണുവാൻ മനുഷ്യന് കഴിയുന്നില്ല. ദൈവം അദൃശ്യനായ ദൈവമാണ്. God is a spirit. You cannot see God. എന്ന ദൈവത്തെ മനുഷ്യൻ കാണുന്നത് ദൈവത്തിന്റെ മനുഷ്യരിലൂടെയാ, ദൈവത്തിന്റെ സഭയിലൂടെയാ, ദൈവത്തിന്റെ ജനത്തിലൂടെയാ, നമ്മുടെ ജീവിതത്തിലൂടെയാ, നമ്മുടെ ഇടപാടുകളിൽ കൂടെയാണ് ദൈവ സാന്നിധ്യം ലോകം കാണേണ്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനിവിടെ നിന്നുകൊണ്ട് മഹായോഗത്തിൽ IPC പ്രസ്ഥാനത്തിൽ ദൈവ സാന്നിധ്യം പോയെന്ന് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസ്ഥാനത്തിനായി സ്തോത്രം, ദൈവസഭയ്ക്കായി സ്തോത്രം എന്ന് തിരിഞ്ഞു നിന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മുടെ മധ്യത്തിൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളൊരു സഭയിലേക്ക് എന്നാൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നിങ്ങൾ പറയുക, Man, that was a glorious church. വളരെ ദൈവമഹത്വം അവിടെ ഞങ്ങൾ കണ്ടു. എൻ്റെ ചോദ്യം, എന്താണ് അവിടെ കണ്ടത്? അവിടെ ദൈവമഹത്വം കണ്ടെന്ന് പറഞ്ഞ് എന്താ കണ്ടത്? പ്രൈസ് ഗോഡ്. ദൈവമഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ മ്യൂസിക്കിന്റെ സൗണ്ടാണോ? പ്രൈസ് ഗോഡ്. പെർക്കഷൻസിന്റെ സൗണ്ടാണോ? അല്ലെങ്കിൽ അവിടെ കാണുന്ന മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ആണോ? അതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം. എന്നാൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ പറയാ അവിടെ ദൈവമഹത്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഒരു തിരതള്ളൽ ആ ആരാധനയിൽ ഉണ്ടായിരുന്നു. വിശുദ്ധിയുടെ ഒരു അന്തരീക്ഷം അതിനകത്തുണ്ടായിരുന്നു. അതിഥികൾ വന്നവരും അജ്ഞാതർ വന്നവരും എല്ലാം സ്വാഗതം അവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ദൈവവചനത്തോട് കൂറവർക്കുണ്ടായിരുന്നു, സത്യത്തോടൊരു സമർപ്പണം അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമ്മൾ പറയുന്നത് അവിടെ ഒരു ദൈവമഹത്വം ഉണ്ടായിരുന്നു. That was a glorious church. Praise God. യേശു കർത്താവ്, എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന ഒരു ചിന്ത ഇതാ. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി നെഞ്ചുരുകി ഒരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് 10 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ ഓരോ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെ കഴിയും. എന്നാൽ വെറുതെ ഞാനൊന്ന് പറഞ്ഞു പോകാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുക. ഈ 10 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 9 കാര്യങ്ങൾ തൻ്റെ സഭയിൽ ശക്തമായി വെളിപ്പെടുമ്പോഴാണ് അതിൻ്റെ അവസാനമായിട്ട് തേജസ് മഹത്വം ആ സഭയിൽ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ദൈവസഭ അത് ബലിയർപ്പിക്കരുത്, അത് കളഞ്ഞു കുളിക്കരുത്. പാട്ടി ചുമ്മാ അടിക്കുമ്പോൾ വരുന്നതല്ല ദൈവ സാന്നിധ്യം. ആട് കൂടുമ്പോൾ വരുന്ന സ്ഥലത്തല്ല ദൈവ സാന്നിധ്യം. പന്തലിട്ടത് കൊണ്ട് ദൈവ സാന്നിധ്യം വരത്തില്ല. കാശ് മുടക്കിക്കൊണ്ട് ദൈവ സാന്നിധ്യം വരത്തില്ല. ദൈവ സാന്നിധ്യം ഇറക്കി വേണമെങ്കിൽ ദൈവം പ്രാർത്ഥിച്ച സഭയായിട്ട് നമ്മൾ മാറിയേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. അവിടെ കർത്താവ് പ്രാർത്ഥിച്ച ഒത്തിരി കാര്യങ്ങൾ. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. നമ്പർ 1, സത്യം, ട്രൂത്ത്. 17-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. ദൈവസഭയിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കണം പരമാധികാരം. ഹല്ലേലൂയ. അവിടെ ഒരൊറ്റ മനുഷ്യന്റെ കക്ഷികളുടെ, അവിടെയുള്ള പണക്കാരന്റെ, സ്വാധീനമുള്ളവന്റെ വാക്കായിരിക്കരുത് ദൈവസന്നിധിയിലെ പരമോന്നതമായ വിഷയം. ദൈവസഭയിലെ 1-ാമത്തെ വിഷയം ദൈവത്തിന്റെ വചനം. അത് പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും മടികൂടാതെ പ്രസംഗിക്കുന്നവരും അനുസരിക്കുന്നവരായി മാറണം. വചനത്തിങ്കൽ ധ്യാനിക്കുന്നവരായി ദൈവസഭ മടങ്ങി വരണം. വചനം, സത്യം. നമ്പർ 1, സത്യം. നമ്പർ 2, ഹോളിനെസ്, വിശുദ്ധി. അവിടെ കർത്താവോട് പറയാണ് 19-ാമത്തെ വാക്യത്തിൽ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ഗോഡ്.
അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. എൻ്റെ കർത്താവ് നെഞ്ചൊരുകി ആ ഹൈപ്രീസ്ലി പ്രാർത്ഥനയിൽ, മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ദൈവം പ്രാർത്ഥിച്ചത്, എൻ്റെ സഭയിലെ ആളുകൾ എന്നെ പോലെ വിശുദ്ധന്മാരായിട്ട് മാറണം. IPC പെന്തക്കോസ്തുകാരോട്, ദൈവമക്കളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, വിശുദ്ധിയിലേക്ക് ദൈവസഭ മടങ്ങി വന്ന് മതിയാകുകയുള്ളൂ. Praise God. ഞാൻ ചെറുപ്പത്തിലെ വളർന്ന വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ വളരെ പ്രായം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയത്. വിറക് മേടിക്കാൻ ഞാനും എൻ്റെ ചേട്ടനും പോകും. ഒരു വയൽ കിടന്നാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ വിറക് കടക്കാരൻ വാസുവിൻ്റെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ത്രാസിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആ ത്രാസ് ഒരിക്കലും നേരെ കണ്ടിട്ടില്ല. ഞാൻ ആരോട് ചോദിക്കും, ചേട്ടാ ഇതേ വിറക് വെച്ചാൽ ശരിയായ തൂക്കം കിട്ടുമോ? പുള്ളി എന്നോടൊരു, മോനെ ഇത് വിറകാടാ, അത് അങ്ങോട്ടൊരു 5 കിലോ ഇങ്ങോട്ട് പോയാലും 2 കിലോ പോയാലും വലിയ വിഷയമില്ല, നീ വിറകെടുത്ത് വെച്ചോളാൻ പറയും. ഇതുപോലെയാണ് ഇന്ന് ആത്മീയത്തിൽ പലരും പാപത്തെ തൂക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിറക് കടക്കാരൻ്റെ ത്രാസല്ല പാപത്തെ തൂക്കാൻ ദൈവമക്കൾ ഉപയോഗിക്കേണ്ടത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നിങ്ങൾ കടയിൽ ചെന്ന്, സ്വർണ്ണക്കടയിൽ ചെന്ന് ഇതുപോലെ ഒരു ത്രാസ് അവർ ഉപയോഗിക്കില്ല. ഡിജിറ്റലാ. ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു മെഷർമെന്റ് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഡിജിറ്റൽ മെഷീൻസ് ഉപയോഗിക്കുന്നത്. ദൈവം പ്രാർത്ഥിക്കുന്നത്, എൻ്റെ സഭയിൽ പാപം ഒരു ശകലം കയറി കഴിയുമ്പോൾ അസ്വസ്ഥരാകുന്ന ആളുകളായിരിക്കണം എൻ്റെ ദൈവമക്കളെ. പാപം സംബന്ധിച്ച് മാനസാന്തരപ്പെടുന്നവരാകണം. ദിവസം തോറും മാനസാന്തരപ്പെടുന്നവരായി എൻ്റെ സഭ മാറണം. That is holiness. 3-ാമത്തെ കാര്യം കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നത് 17-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. Praise God. 3-ാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു, എൻ്റെ സഭയിൽ കാണേണ്ട കാര്യം ഇവിടെ സന്തോഷം ഉണ്ടാകണം. അവരുടെ സന്തോഷത്തിൻ്റെ കാരണം കാശായിരിക്കരുത്. അവരുടെ സന്തോഷത്തിൻ്റെ കാര്യം ആൽപ്പരിപ്പമാകരുത്. അവരുടെ സന്തോഷത്തിൻ്റെ കാര്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആകരുത്. അവരുടെ സന്തോഷത്തിൻ്റെ കാരണം ഞാനായിരിക്കണം. I should be the center of, I should be the source of their joy. യേശു കർത്താവിലെ സന്തോഷമായിരിക്കണം. ദൈവസഭയുടെ ബലം കർത്താവായിരിക്കണം നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. കാരണം ഈ സന്തോഷം ഇങ്ങോട്ട് തന്നത് വെറുതെ ഒന്നും തന്നതല്ല. പ്രൈസ് ഗോഡ്. പ്രപഞ്ച ചക്രവർത്തി തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ഒന്നുമില്ലാത്തവനായി ഭൂമിയിലേക്ക് ദരിദ്രന്റെ കോലം കൊണ്ട് ഇവിടെ നടന്ന് വെക്കിരിയ. സ്വന്തമായി സഞ്ചരിക്കാൻ വാഹനമില്ലായിരുന്നു, കയറി കിടക്കുവാൻ ഒരു വീടില്ലായിരുന്നു, കൂട്ടുകാരില്ലായിരുന്നു, ആഹാരം തരുവാൻ ആളുകൾ പലപ്പോഴും ഇല്ലായിരുന്നു. വിശന്നും ദാഹിച്ച് നടന്നു. എന്നാൽ എൻ്റെ യേശുവിൻ്റെ മുഖത്തുനിന്ന് സന്തോഷം പോയിട്ടില്ല കേട്ടോ. കൈകാലുകളിൽ കാര്യം മണിക്കേപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷമാണ് ദൈവസഭയുടെ അകത്ത് വ്യാപരിക്കേണ്ടത്. ദൈവസഭയിൽ ദൈവം കാണേണ്ടത്, ജീസസ് ഷുഡ് ബി ദ സോഴ്സ് ഓഫ് യുവർ ജോയ്. നിന്റെ സന്തോഷത്തിൻ്റെ കാരണം യേശു ആയിരിക്കണം. 4-ാമത്തെ കാര്യം കർത്താവോട് പ്രാർത്ഥിക്കുന്നത് 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. ഇതിന്റെ പേരാണ് പ്രൊട്ടക്ഷൻ. കർത്താവ് പ്രാർത്ഥിക്കുക, എൻ്റെ സഭയിലെ ആളുകൾ പ്രശ്നം വന്ന ഉടനെ അവര് മന്ത്രിമാരെ കാണാൻ പോകുന്നവരും MLA കാണാൻ പോകുന്നവരും ഒക്കെ നല്ല കാര്യങ്ങൾ ആവശ്യമുള്ളപ്പം പോകണം. നമ്മൾ ആദ്യം പോകേണ്ടത് അങ്ങോട്ടല്ല. പ്രൈസ് ഗോഡ്. നമുക്കെതിരെ വ്യാപരിക്കുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് എൻ്റെ അയൽവക്കംകാരോടല്ല, പോരാട്ടമുള്ള ഇവിടുത്തെ BJP-ക്കാരോടല്ല, പോരാട്ടമുള്ള DFക്കാരോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ഈ അന്ധകാരത്തിന്റെ പോരുകളാ. ദൈവസഭയെ തിരിച്ചറിഞ്ഞ് മതിയാകുകയുള്ളൂ. കർത്താവ് പ്രാർത്ഥിക്കുക, ശത്രുവിന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ആളുകളായിട്ട് നീ അവരെ മാറ്റരുത്. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ആളുകളായി എൻ്റെ സഭ മാറണം. പ്രൈസ് ഗോഡ്.
Praise God. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരായിരിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി വെച്ച് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കണം, ടേക്ക് യുവർ വെപ്പൺ, നിന്റെ ആയുധം എടുത്തുകൊണ്ട് പൊക്കോ, ഇവിടെ നടക്കില്ല. ഹല്ലേലൂയ. പ്രൊട്ടക്റ്റഡ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾ സൂക്ഷിക്കപ്പെട്ടവരാ. അടുത്ത കർത്താവ് പ്രാർത്ഥിക്കുന്നത് Look at verse 18. 18ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 17:18. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അല്ല, 17:18. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ Yes. ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അടുത്ത കർത്താവ് പറയുന്നു, ഇവിടെ കാണേണ്ട എൻ്റെ സഭയിൽ കണ്ട വേറൊരു കാര്യം മിഷനാ, ദൗത്യം, മഹാനിയോഗം എന്ന് പറയുന്ന ഒരു കാര്യം 28ാം അധ്യായത്തിലുണ്ട്. മത്തായി സുവിശേഷം. എൻ്റെ സഭ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണെന്ന് അവരറിയണം. Praise God. Why are you here? Where are you going? എന്തിനാണ് ഇവിടെ വന്നത്? എവിടേക്ക് പോകുന്നു? എന്താണ് ദൈവസഭയുടെ ഉദ്ദേശം എന്ന് ദൈവസഭ മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു വേർതിരിച്ചത് അത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ സഭ should be a sending agency. ദൈവസഭ മഹാനിയോഗം മറന്നു പോകരുത്. കർത്താവ് പ്രാർത്ഥിക്കുക, ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. പിതാവ്, നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയച്ചിരിക്കുക. അത് മറന്നു പോകരുത്. അവർ ദൈവസഭ മറന്നു പോകരുത്. അത് കേട്ടോ, നമുക്കിന്ന് ഏറ്റവും വേണ്ടിയിരിക്കുന്നത് നമുക്ക് വലിയ കെട്ടിട സമുച്ചയങ്ങളല്ല. ദൈവസഭയ്ക്ക് വേണ്ടിയിരിക്കുന്നത് ആത്മാക്കളെ വിടുവിക്കപ്പെടുവാൻ ദൈവസഭ ഈ ദിവസങ്ങളിൽ കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മൾ എത്ര പേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? സൗകര്യമുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. ദൈവസഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും, സൗകര്യമുള്ള എല്ലാ കുടുംബങ്ങൾക്കും നിങ്ങൾ മിനിമം ഒരു മിഷനറിയിൽ അയക്കണം. പ്രൈസ് ഗോഡ്. ദൈവദാസന്മാരെ വിളിച്ചു പറയണം, ഇന്ന സ്ഥലത്തെ പരിപാടികൾ ഞങ്ങൾ ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭാരതത്തിൽ യേശുവിന്റെ സുവിശേഷം പറയുവാൻ ദൈവസഭയ്ക്ക് കഴിയും. നമ്മളാരും വെറുതെ ഇരിക്കരുത്. Spend it for the kingdom. It is for the kingdom that you have come. സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കത്തില്ല നമ്മൾ ആരോടും, പുനഃ നിന്റെ ഇനോവ കാർ ഏത് വർഷത്തെയായിരുന്നു? ആരും ചോദിക്കില്ല. വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു? ചോദിക്കില്ല. വീടും കാറും മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മളോട് അന്ന് ചോദിക്കുന്ന ചോദ്യം. നമ്മളോട് ചോദിക്കുന്നതിൻ്റെ ഭൂമിയിൽ ഞാൻ അനുഗ്രഹിച്ചു, നിന്റെ രക്ഷിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എത്ര ആത്മാക്കൾ നിന്റെ പേരിൽ ദൈവരാജ്യത്തിൽ വന്നിട്ടുണ്ട്. ദൈവസഭയെ മറക്കരുത്, ദൗത്യം മറക്കരുത്. You have a mission to accomplish in this world. ആറാമത് നമ്മൾ കാണുന്നുണ്ട് 23ാമത്തെ വാക്യത്തിൽ വായിച്ചാട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും Yes. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. അവരും ഒന്നാകണം. 11ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ ഒന്നായിരിക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ കർത്താവിൻ്റെ ഒരു മുമ്പേ നമ്മുടെ MLA ഇവിടെ നിന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നായിക്കൂടാന്ന്. എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൂടാ. അതിന് പുറമെ സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് പെന്തക്കോസ്തുകാരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഐക്യത ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഈ ചർച്ച് ഓഫ് ഗോഡുകാരാണെങ്കിലും IPC-കാരാണെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡുകാരാണെങ്കിലും ഉപദേശത്തിൽ ഐക്യമുണ്ടെങ്കിൽ കൈ കൊടുക്കാൻ തയ്യാറാകണം. അവരെ കാണുമ്പോൾ മുഖം വെട്ടിച്ചു പോകരുത്. ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ രാജ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ കഴിയും. മഹത്വം കാണണമെങ്കിൽ ദൈവമക്കൾ ഒന്നിച്ച് നിന്നേ മതിയാകുകയുള്ളൂ. We must stand together for the kingdom. Hallelujah. Praise God. നിന്റെ അടുത്ത വീട്ടിലെ ചർച്ച് ഓഫ് ഗോഡുകാരൻ നിന്റെ ശത്രുവല്ല സ്നേഹിത. അവിടുത്തെ പാസ്റ്റിൽ നിനക്ക് പാര വെക്കുന്ന ആളല്ല. അങ്ങനെ പാര വെക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കണം. ദൈവരാജ്യത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ദൈവം ഒന്നാക്കി മാറ്റി വെച്ചിരിക്കുക. ഐക്യത ദൈവസഭയിൽ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. അകത്തിരിക്കുന്നവർ തമ്മിൽ ഐക്യത ഉണ്ടാകണം. കമ്മിറ്റിക്കകത്ത് ഐക്യത ഉണ്ടാകണം.
കൗൺസിലിനകത്ത് ഐക്യത ഉണ്ടാകണം. അതിനകത്ത് വടംവല ചെയ്യാൻ പാടില്ല. ഇതിനകത്തെ കാര്യങ്ങൾ പുറത്തു വിടാൻ പാടില്ല. ഇതിനകത്തെ ന്യൂസ് വെളിയിൽ വിടാൻ പാടില്ല. ദൈവസഭയെ തിരിച്ചു വിളിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ദൈവസഭ ഐക്യതയിലേക്ക് മടങ്ങി വന്നേ മതിയാകുള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 20ാമത്തെ വാക്യം വായിച്ചേ, വേഴ്സ് 20. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം ദൈവസഭയിൽ കാണണം. കർത്താവ് പ്രാർത്ഥിക്കുക. ഇവർക്ക് ശക്തമായ പ്രാർത്ഥന കൊടുക്കണമെന്നല്ല കർത്താവ് ഇവിടെ പറയുന്നത്. അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കർത്താവ് പ്രാർത്ഥിക്കുക. എല്ലാറ്റിനും മുമ്പ് താൻ പ്രാർത്ഥിക്കുക. മലയിൽ വേറിട്ടിരുന്ന് പോയി പ്രാർത്ഥിക്കുക. എൻ്റെ ജനം ഇത് കണ്ടേച്ച് പ്രാർത്ഥനാ ജീവിതമുള്ളവരായി അവരൊന്നും മാറട്ടെ. അവരുടെ സഭായോഗങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ. അവരുടെ കൂടിവരവുകളിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഉപവാസ പ്രാർത്ഥന മടങ്ങി വരട്ടെ. കാത്തിരിപ്പ് യോഗം മടങ്ങി വരട്ടെ. ദൈവസഭ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരട്ടെ. പ്രാർത്ഥന റൂമുകളിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. 9ാമത്തെ കാര്യം 23ാം വാക്യം വായിച്ചേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും Yes. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഞാൻ ആ ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവിടെയാ ആത്മശക്തി, എവിടെയാണ് ആത്മശക്തി എന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാക്യത്തിൻ്റെ 23ാമത്തെ വാക്യത്തിൽ ഞാൻ അതിനോടൊരു ഇൻഡിക്കേഷൻ അവിടെ കണ്ടു. അവിടെ പറഞ്ഞിരിക്കുക, ഞാൻ അവരിൽ ഇനി ഇരിക്കേണ്ടതിന്. നമ്മളിൽ യേശു ഇരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന പ്ലാറ്റ്ഫോമിലാണ്. യേശു ദൈവവചന മനസ്സിലിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഭ പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വരുന്നവരായിട്ട് മാറണം. അന്യഭാഷകൾ അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കാലത്തിലോ നമ്മളായിരിക്കുന്നത്. സങ്കടത്തോടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു പാസ്റ്ററാണ്. പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നൊരു മനുഷ്യനെയാണ്. ചില സ്ഥലങ്ങളിൽ പെന്തിക്കോസ്ത് സഭകളിൽ ആരെങ്കിലും ഉറക്ക അന്യഭാഷ പറഞ്ഞാൽ ആ പടം ഞെട്ടലോടുകൂടി ആളുകൾ ആ സ്ഥലത്തിലേക്ക് നോക്കുകയാണ്. എന്ത് സംഭവിച്ചു? നമുക്ക് 95 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവസഭയെ നമുക്ക് എന്തോ സംഭവിച്ചു. എന്തേ അന്യഭാഷ പറയുന്നത്? ഇത് നാണംകേടാണോ? നമ്മുടെ യൗവന തലമുറയ്ക്ക് അന്യഭാഷ നാണംകേടാണോ? പ്രവചനം നാണംകേടാണോ? യെസ്, പ്രവചന്മാർ, കള്ളപ്രവചന്മാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പ്രവചനം നിന്നുപോയിട്ടില്ല. ഇന്നും ദൈവം തൻ്റെ ആത്മാവിലൂടെ സംസാരിക്കുന്നത്. കൃപാവരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദൈവസഭയെ ആത്മശക്തിയിലേക്ക് പെന്തക്കോസ്ത് മടങ്ങി വരുന്നില്ലെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെയാ. Holy Spirit must come back to the church. ഇവിടേക്കൊന്ന് മടങ്ങി വരണം. Hallelujah. Praise God. ഇത്രയും കാര്യങ്ങൾ ദൈവസഭയിലുണ്ടെങ്കിൽ 22ാമത്തെ വാക്യം വായിച്ചു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ 9 കാര്യങ്ങൾ ദൈവസഭയിൽ ശക്തമായിട്ട് വെളിപ്പെട്ട് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദൈവസഭയിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇതൊന്നുമില്ലാതെ വരില്ല. യാഗപീഠത്തിന്റെ കല്ലുകൾ എടുത്ത് അടുക്കി വെച്ച് കഴിയുമ്പോഴാണ് അതിനകത്തേക്ക് തീ ഇറങ്ങാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം മടങ്ങി വരാൻ ആഗ്രഹിക്കുക. ഏത് മേഖലയിലാണ് നമ്മൾ തോറ്റത് എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി ആയതോട് ഞാൻ സമയത്ത് നിർത്തും. പ്രൈസ് ഗോഡ്. മോശ ചോദിച്ചു, ആദ്യം ചോദിച്ചു, നിന്റെ വഴി ഒന്ന് പറഞ്ഞു തരണമേ, വഴിയൊന്ന് പറഞ്ഞു തരണമേ കർത്താവേ. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവം പറഞ്ഞു, മോശ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. My presence will come with you. അത് മതി കർത്താവേ, അത് മതി. അപ്പം പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന് പറഞ്ഞു. കൃപയുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ കൃപയുണ്ട്, എൻ്റെ സാന്നിധ്യമുണ്ട്. അത്രയുമായപ്പോൾ മോശ പറഞ്ഞു, അത്രയും പോരാ. പിന്നെ അവിടെ കാണുന്നു
33 അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണം കർത്താവേ. അപ്പൊ ദൈവം പറയാം, മോശയെ മഹത്വം ഒന്നും ഞാൻ കാണിക്കത്തില്ല, തേജസ് ഒന്നും കാണിക്കത്തില്ല, എൻ്റെ മഹിമ ഞാൻ നിന്നെ കാണിക്കും. ഹല്ലേലൂയ. കാര്യം മഹത്വം എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം നിനക്കില്ല. അത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വരുന്നത് പോലെ നിനക്കിപ്പോൾ അത് എടുക്കാൻ ഒരു ദിവസം അത് എടുക്കും. നിനക്ക് വേറൊരു സൂട്ട് കിട്ടുമ്പോൾ, തേജസിന്റെ സൂട്ട് എടുക്കുമ്പോൾ നീ അവനായിരിക്കുന്നത് പോലെ തേജസ്സിൽ അവനെ കാണും. പക്ഷെ നിനക്കിപ്പോൾ എന്ത് തരാമ്പോൾ ഒരു മഹിമ അങ്ങോട്ട് കാണിക്കും. കയറിക്കോ പാറയുടെ മേളിലോട്ട്. പാറയുടെ വിളപ്പിലേക്ക് മോശെ കയറ്റി കൈയടച്ചു. മഹത്വം മഹിമ പാസ് ചെയ്ത് പോയി. പിൻഭാഗത്തെ ടെയിൽ മാത്രമാണ് കാണുന്നത്. ഹല്ലേലൂയ. ദൈവം തന്നെ വിളിച്ചു പറയുക, യഹോവയായ ദൈവം കരുണയും മനസ്സലിയും മഹോദയും ദീർഘക്ഷമയുള്ള ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പാപവും അകൃത്യവും എല്ലാം ക്ഷമിക്കുന്ന ദൈവം. പിതാക്കന്മാരുടെ അതിക്രമം 3-4 തലമുറയുള്ള മക്കളോട് ചോദിക്കുന്ന ദൈവം. ഇത്രയും മാത്രമേ പറഞ്ഞു പോയുള്ളൂ. അവിടെ വെടിയുണ്ടായില്ല, അവിടെ സ്ഫോടനം ഉണ്ടായില്ല, അവിടെ തീ കത്തിയില്ല, അതൊന്നും അവിടെ സംഭവിച്ചില്ല. ഇത്രയേ സംഭവിച്ചുള്ളൂ. എന്ത് സംഭവിച്ചു? അവിടെ എഴുതിയിരിക്കുന്നു, മോശ പടർപ്പിനകത്ത് നിന്ന് ഇറങ്ങി വന്നിച്ച് നേരെ അങ്ങ് വീണച്ച് ആരാധന തുടങ്ങി. മഹിമ കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു വ്യത്യാസമാണോ. ആദ്യമായിട്ട് വേറെ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്ന മോശ ദൈവത്തെ ആരാധിച്ചത്. അതിനു മുമ്പ് ആരാധിച്ചു, പക്ഷെ എഴുതിയിട്ടില്ല. അന്ന് പകൽക്കാലം മോശ ദൈവത്തെ ആരാധിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ആരാധനകളെല്ലാം മഹിമ കണ്ടതിൻ്റെ ദൃക്സാക്ഷികളായിരിക്കണം. മഹിമ കണ്ട സാക്ഷികളുടെ ആരാധനയായിട്ട് മാറണം. മഹിമ കണ്ടു കഴിഞ്ഞാൽ പാസ്റ്റർ ജേക്കബ് ജോൺ ഇവിടെ നിന്നുകൊണ്ട് അപ്പുറം 5 മിനിറ്റ് കഴിയുമ്പോൾ എഴുതി നമുക്ക് വളരെ ക്ഷീണമാണ്, നമുക്കവിടെ ബുദ്ധിമുട്ടാണ്, കടബാധ്യത കൊണ്ട് ഒന്നുമില്ല പാസ്റ്ററെ. മഹിമ കണ്ടു കഴിഞ്ഞാൽ യു ബിലീവ് ഇറ്റ്. മഹിമ കണ്ടു കഴിഞ്ഞാൽ പേഴ്സ് തുറക്കപ്പെടും. മഹിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് കൊടുക്കും. മഹിമ കണ്ടവന് സ്വോത്ര കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. മഹിമ കണ്ടവന്റെ പാട്ടിനൊരു വ്യത്യാസമുണ്ട്. മഹിമ കണ്ടവന്റെ കൈയടിക്കൊരു വ്യത്യാസമുണ്ട്. മഹിമ കണ്ടവർ ഇരിക്കുന്നത് കണ്ടാൽ ഒരു വ്യത്യാസമുണ്ട്. Praise God. Oh, the glory of God. Oh, the glory of God. Rikamana Shandararia Balaba. Dayasabye madagiva. Hallelujah. 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 Praise God. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. BC 1 BC 1 നൂറ്റാണ്ടിൽ യേശുവിന് ഒരു തലമുറയ്ക്ക് മുൻപ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നമുക്കറിയാം, യഹൂദ ചരിത്രകാരനായ ജോസീഫസ്. അദ്ദേഹം ഈ മിറക്കിൾ വർക്കേഴ്സിനെ പറ്റിയൊക്കെ ഭയങ്കര പുച്ഛമാണ്. അവരെ ഭ്രാന്തന്മാരെന്നൊക്കെ അദ്ദേഹം വിളിക്കും. ആ മനുഷ്യന് ഭ്രാന്തനെന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് വിളിക്കുന്ന തിയോഫിലസ്, ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തിൻ്റെ പ്രിയനെന്ന അതേപറ്റി അദ്ദേഹം എഴുതി വെച്ചത്. ഈ മനുഷ്യൻ യെരുശലേം മതിലിൻ്റെ പുറത്ത് ജീവിച്ചത് മനുഷ്യൻ ഒരു എക്സെൻട്രിക്കാണ്. ഒരു തരം ഒരു സെമി ഭ്രാന്തനെന്നൊക്കെ മതഭ്രാന്തനെ കൊണ്ട് വിളിക്കാം. ദൈവിക വിഷയങ്ങളെ സംബന്ധിച്ച തീവ്രവാദിയാണ്. അദ്ദേഹത്തിന് ഓനിയാസ് എന്നോ ഹോനി എന്നോ പേരാ. പ്രായമുള്ള മനുഷ്യൻ. കുറെ കാലമായിട്ട് വരൾച്ച കൊണ്ട് യഹൂദന്മാരാകപ്പാട് വിഷമിച്ചു, വളരെ ബുദ്ധിമുട്ടി. മാസങ്ങളായിട്ട് മഴയില്ല, മുഴുവൻ വരണ്ട് ഉണങ്ങി വെട്ടിക്കീറി കിടക്കുക. ഇനി ഇങ്ങനെ പോയാൽ ഒരു തലമുറ മുഴുവൻ പോവും, രക്ഷിപ്പാൻ ആരും ഉണ്ടാകില്ല. ഇസ്രായേൽ അവസാനത്തെ പ്രവാചകൻ വന്നിട്ട് 400 വർഷങ്ങളായിട്ട് പ്രവചന ശബ്ദമില്ല. ഇവിടെ പ്രസംഗിക്കാൻ ആളില്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാൻ ആളില്ല. ആളുകളെല്ലാം കൂടെ ഈ വയോവൃദ്ധൻ്റെ അടുക്കെ ചെന്നേച്ച് പറഞ്ഞു, ഇങ്ങനെ വരണം, പ്രാർത്ഥിക്കണം, മഴ വരണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം നശിച്ചു പോവും. ആദ്യം അദ്ദേഹം വിമുഖതയൊക്കെ കാണിച്ചു. ഹല്ലേലൂയ.
നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്. ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന് നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ആ മനുഷ്യൻ 6 അടി നീളമുള്ള ഒരു കോലുമായിട്ട് നടന്നു നീങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു? ആ കോല് നിലത്തിട്ടിച്ച് ഇങ്ങനെ വട്ടം വരയ്ക്കുവാൻ തുടങ്ങി. 360 സർക്കിൾസിൽ അദ്ദേഹം വട്ടം വരച്ച് അതിനകത്തേക്ക് മുട്ടുകുത്തി അങ്ങോട്ട് നിന്നു. മുട്ടുകുത്തി നിന്നച്ച് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിതാവേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ നിമിഷത്തിൽ ആകാശത്ത് നിന്ന് ചെറിയ മഴത്തുള്ളികൾ വീഴാനായിട്ട് തുടങ്ങി. നിന്ന സകല മനുഷ്യരുടെ മുഖം ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഹോണിയുടെ മുഖം താഴേക്ക് തന്നെ ഇത് താൻ നോക്കിക്കൊണ്ടിരിക്കുക. താൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കറക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നോട്ട് ഫോർ such a rain I pray. ഇതുപോലത്തെ ഒരു ചുഞ്ഞ ചാറ്റമഴയ്ക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെയുള്ള കുളങ്ങളും തടാകങ്ങളും ഇതാ കിടങ്ങുകളും എല്ലാം കവിഞ്ഞൊഴുകുന്ന ഒരു വലിയ മഴയ്ക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് അതിനകത്ത് വീണ ഒരു മഴത്തുള്ളിക്ക് ഒരു മുട്ടയുടെ വലിപ്പം ഉണ്ടായിരുന്നു. ദിസ് ഈസ് ഹിസ്റ്ററി. മുട്ടയുടെ വലിപ്പം ഉണ്ടായിരുന്നു അത്രയും മഴത്തുള്ളിക്ക്. മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. കിടങ്ങുകളെല്ലാം കുഴികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഫ്ലഡ് ചെയ്യാൻ തുടങ്ങി. ഇരുന്ന ആളുകൾ ഓടാൻ തുടങ്ങി. മലയിലെ കോടി നീങ്ങാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ച് അവിടെ നിന്നും നനഞ്ഞവിടെ ഇരിക്കുക. അദ്ദേഹം കൈവഹിച്ചു പിന്നെയും പ്രാർത്ഥിച്ചു. നോട്ട് ഫോർ സച്ച് എ റെയിൻ ഐ പ്രേ. ഇങ്ങനെ ഒരു മഴയ്ക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിന്റെ പ്രസാദത്തിന്റെ ഒരു മഴ ഞങ്ങൾക്ക് വേണം. We need a rain of your favor upon us. Hallelujah. ഈ കൺവെൻഷനിൽ ഈ രാത്രിയിൽ എന്റെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, God, we need a rain of your favor. നിന്റെ പ്രസാദത്തിന്റെ ഒരു വർഷം ഞങ്ങൾക്ക് ആവശ്യമാ. ഒരു മഴ ഞങ്ങൾക്ക് ആവശ്യമാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഏതെല്ലാം വിഷയത്തിന് മുൻപിൽ നീ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ വട്ടം വരയ്ക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് ചുറ്റും നീ വട്ടം വരയ്ക്ക്. നിന്റെ സാമ്പത്തിക തകർച്ചകളുടെ മുൻപിൽ നീ അത് വട്ടം വരയ്ക്ക്. നിന്റെ വിശ്രൂഷയുടെ പിറകെ നീ അത് വട്ടം വരച്ച് കയറി വെച്ച് പ്രാർത്ഥിക്കുക. Lord, I need a lot of rain. A rain of your favor. നിന്റെ പ്രസാദത്തിന്റെ ഒരു മഴ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്ന് കൈയൊത്തി പ്രാർത്ഥിച്ച് നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും നീ അതിന് ചുറ്റും വട്ടം വരച്ച് പ്രാർത്ഥിക്കുക. Lord, I need a rain of your favor. നിന്റെ മഴ എനിക്ക് ആവശ്യമാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. ദൈവമഹത്വം ദൈവസഭയിലേക്ക് മടങ്ങി വന്നാൽ അത്ഭുതങ്ങൾ ഇവിടെ നടക്കും, അടയാളങ്ങൾ ഇവിടെ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. എന്നാൽ മടങ്ങി വരണമെങ്കിൽ കർത്താവ് വിചാരിക്കുന്നത് പോലെ, അവൻ പ്രാർത്ഥിച്ചതുപോലെ കല്ലുകളെല്ലാം അതിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങി വരട്ടെ. ദൈവസാന്നിധ്യം മടങ്ങി വരട്ടെ, ദൈവശക്തി മടങ്ങി വരട്ടെ, സത്യം മടങ്ങി വരട്ടെ, വചനം മടങ്ങി വരട്ടെ, അഭിഷേകം മടങ്ങി വരട്ടെ, പ്രാർത്ഥന മടങ്ങി വരട്ടെ, പരിശുദ്ധാത്മ ശക്തി ദൈവസഭയിലേക്ക് മടങ്ങി വരട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.